വല്ലാത്ത ഡാമേജാ ഈ സംഭവം പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ത്യാഗരാജന് പദവി തന്നിരിക്കുന്നത് എന്തും കാണിക്കാനുള്ള ലൈസൻസ് അല്ല. ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ത്യാഗരാജൻ എന്താ കരുതിയിരിക്കുന്നേ? ജയിക്കാൻ പല അടവുകളും സ്വീകരിക്കും, ശരിയാണ്. അത് പക്ഷേ ഇങ്ങനെ സ്വന്തം കുഴി തോണ്ടും പോലെ അല്ല വേണ്ടത്. മിനിസ്റ്റർ സാറേ, എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. പ്രസിഡന്റ്, മേലെ ഞാൻ ഇത് ആവർത്തിക്കില്ല, സത്യം. ഇതുപോലുള്ള പല കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സ്വന്തം സ്ഥാനാർത്ഥിയുടെ അനിയത്തിയെ പിടിച്ച് അടച്ചിട്ടിട്ടല്ല. സോറി, ഞാൻ പറഞ്ഞില്ലേ, തെറ്റ് ഞാൻ ഏൽക്കുന്നു. എന്റെ പാർട്ടിയുടെ ജയം മാത്രമേ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. കുറെ വോട്ട് കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞതാ ഇവനെ പോലുള്ള തെമ്മാടികൾക്ക് പാർട്ടി സ്ഥാനം കൊടുക്കരുതെന്ന്. എന്റെ മുന്നറിയിപ്പ് നിങ്ങൾ അവഗണിച്ചു. അതിന്റെ ഫലമായി ഇപ്പൊ അനുഭവിക്കുന്നത്. സിദ്ധാർത്ഥ, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങളൊന്നും പറയണ്ട. എന്ത് ധൈര്യത്തിലാണ് തട്ടിക്കൊണ്ടുപോയതാ? അതെന്റെ കുടുംബത്തിലെ കുട്ടിയാ, ദേവികയുടെ അനിയത്തി. അതും പോട്ടെ, ഒരു പെൺകുട്ടിയല്ലേടാ. വിട്, പറയുന്ന കേൾക്ക്. ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ത്യാഗരാജൻ പരമ്പരാഴികൾ ഓർക്കാതെ എടുത്തിയാടിയതാ. എന്നിട്ട് എന്തായി? മൂക്കടിച്ച് വീണില്ലേ? സോഷ്യൽ മീഡിയ നോക്ക്. നമ്മുടെ അനുഭവികളോട് എതിർക്കുക. ഞാൻ ആത്മാർത്ഥ. ചെല്ല്, അങ്ങോട്ട് ചെല്ല്. ചെല്ലാൻ പോ. സിദ്ധാർത്ഥ, വന്നേ, നമുക്ക് സംസാരിക്കാം. പ്രസിഡന്റ്, ഇവന്റെ കൂടെ സഹകരിക്കാൻ എനിക്കോ ദേവിക്കോ പറ്റില്ല. പ്രചാരണത്തിൽ ഇയാളെ മാറ്റണം. അതെങ്ങനെ പറ്റും സിദ്ധാർത്ഥ? ബലരാമന്റെ കുടുംബത്തിൽ നിന്ന് നമുക്കൊരാൾ വേണം. ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ മുന്നിൽ നിർത്തുകയും വേണം. രാധാകൃഷ്ണ, ഈ കാര്യത്തിൽ ഒരു ചർച്ച വേണ്ട. സിദ്ധാർത്ഥ, പറയുന്ന കേൾക്ക്. ഇനി ത്യാഗരാജൻ ഇതുപോലൊന്നും ആവർത്തിക്കാതെ ശ്രദ്ധിക്കാം. തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ഘട്ടത്തിൽ അവനെ പിണക്കണ്ട. താൻ വന്നേ, വാ, വാട്. മാധവിട്ടാ, നമ്മുടെ മോള് വന്നു. മോളെ, മോളെ, നിന്നെ തിരിച്ചു കിട്ടിയല്ലോ മോളെ. അച്ഛാ, ആ ത്യാഗരാജനായിരുന്നു എല്ലാത്തിന്റെയും പിറകില്. സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു. ത്യാഗരാജൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കോ? ഇനി ഇതുപോലെ ചെയ്യും. ഞങ്ങൾ പറഞ്ഞതല്ലേ കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്താൽ മതിയെന്ന്. നന്ദനെങ്കിലും പറഞ്ഞു വിലക്കമായിരുന്നില്ലേ? അമ്മേ, ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിൽ മാത്രമല്ല, എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കും. എല്ലാവരുടെ ജീവിതത്തിലും ഒരിക്കലും രണ്ടു വട്ടമൊക്കെ സംഭവിക്കും. പക്ഷെ എന്നും ഇങ്ങനെ ഓരോന്നും സംഭവിക്കുന്ന ഇവിടെ മാത്രമേ കാണൂ. ഇനിയിപ്പോ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? അമ്മ ഒന്ന് വെറുതെ ഇരിക്കെ. നന്ദേട്ടനെ ചേച്ചിയൊന്നും ഇതിൽ കുറ്റപ്പെടുത്തണ്ട. പറഞ്ഞില്ലേ ആ ത്യാഗരാജൻ എന്നെ തട്ടിക്കൊണ്ടുപോയെ. ചേച്ചിയും നന്ദേട്ടനും ഒക്കെ ചേർന്നിട്ടാ എന്നെ രക്ഷിച്ചത്. ദേവി ചേച്ചി ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു.